കുങ്കിയാനനെ കൊണ്ടുവന്ന് ഇന്നലെ കാട്ടിലൂടെ പിന്നെ മറ്റേ ആന തുരത്താനായിട്ട് പോയപ്പോഴേക്കും കടുവ മുന്നിൽ ചാടി. കടുവ മുന്നിൽ ചാടി ആന ഇവരെല്ലാവരും ഒരു വിധത്തിൽ എല്ലാവരും കൂടെ ഓടി രക്ഷപ്പെട്ടു. ആ കുങ്കിയാന ഓടി. കുങ്കിയാനനെ കൊണ്ട് പോയി എന്നാണ് പറയുന്നത് കേട്ട്. കുങ്കിയാന ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. കുങ്കിയാന പേടിച്ചിട്ട് പകല് ഒരു 12 മണിയായപ്പോൾ തൊട്ടങ്ങോട്ട് പോയിട്ട് രാത്രി 7 മണിക്ക് ഒരാനനെ പിന്നെ കണ്ടു കിട്ടുന്നത്. ഇപ്പൊ എന്തൊക്കെയാ പ്രയാസങ്ങളുള്ള? ഇപ്പം മേത്തുവേദനയുണ്ട്. മേത്തൊക്കെ വേദനയുണ്ടല്ലേ? ആനയുടെ മുമ്പിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാലും രാവിലെ കടയിലേക്ക് വരുന്നതിന് മുന്നേ ആന കടന്നുപോയി കഴിഞ്ഞിട്ടൊക്കെ വരവ്. ശ്രദ്ധിച്ചിട്ട് കടുവ നിറച്ചുണ്ട്. ഇപ്പോൾ അവിടെ ഈ എസ്റ്റേറ്റിലൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിലും കടുവ പ്രതീക്ഷനെ പിടിച്ച് അവിടെയൊക്കെ തന്നെ വീണ്ടും എത്രയോ വട്ടം വീണ്ടും കടുവേനെ കാണുന്നുണ്ട്. കടുവേന്റെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. യാതൊരു വിധ നടപടികളിൽ വില ജനങ്ങളിങ്ങനെ ഒച്ചയെടുക്കുന്നവന്റെ വായ മൂടി കിട്ടുക എന്നല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. ആന ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ്. ദിവസവും തോട്ടം പറമ്പിൽ ഒരു ദിവസം പോലും ആന ശല്യം ഇല്ലാത്തല്ല. എല്ലാ ദിവസവും ഉണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മൂടക്കൊല്ലി കൂടല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. കൃത്യം 1 മാസം മുന്നേ നമ്മൾ മൂടക്കൊല്ലി പ്രദേശത്ത് ഒക്കെ വന്നിരുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് ഒരു വയസ്സായ ഒരമ്മയെ കാട്ടാന അവരുടെ വീടിൻ്റെ മുൻവശത്ത് വെച്ച് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വീടിൻ്റെ മുൻവശത്ത് വെച്ച് ആന ആക്രമിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഗുരുതരമായി പരിക്കേറ്റ അവരെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. കോഴിക്കോട് മിംസിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അവരിപ്പോൾ ഏതായാലും അവിടുന്ന് താമസം മാറി ഇപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ആ അമ്മയോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. അതുമാത്രമല്ല, ആ ആന നിരന്തരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും അതിനുശേഷം ഇങ്ങോട്ട് നിരന്തരം ഇറങ്ങുന്നുണ്ട്. മിക്ക ദിവസങ്ങളും തന്നെ ആന ഇറങ്ങുന്നുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആനയെ തുരത്താനായിട്ട് കുങ്കിയാനകളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ കുങ്കിയാനകൾ ഉണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ. അപ്പോൾ എന്താണ് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അമ്മയുടെ പേരെങ്ങനെയാ? തങ്കമ്മ. ഇപ്പോൾ സുഖമായോ കാലൊക്കെ? ആണല്ലേ? വേദനയുണ്ടോ? വേദനയുണ്ട്. ആണ്. അന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാമോ ശരിക്കും? അത് അറിയത്തില്ല എന്താ പറ്റിയെന്ന്. ആനയെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ആനയെ കണ്ടായേ ഓർമ്മയുള്ളൂ. കണ്ടോ? ആണല്ലേ? പെട്ടെന്ന് സംഭവിച്ചല്ലേ? പെട്ടെന്ന്. എത്ര മണിയായ സംഭവം നടന്നപ്പോൾ? നേരം വെളുത്തതിന് ശേഷം അല്ലേ? നേരം വെളുത്തു വരുന്നു. ഇതിന് മുന്നേ അങ്ങനെ എന്നേലും ആനയെ കണ്ടിട്ടുണ്ടോ അവിടുന്ന്? ഇല്ല. ആദ്യമായിട്ടായിരുന്നല്ലേ? ആദ്യമായിട്ട്. ഇപ്പം എന്തൊക്കെയാ പ്രയാസങ്ങളുള്ള? ഇപ്പം മേത്തുവേദനയുണ്ട്. മേത്തൊക്കെ വേദനയുണ്ടല്ലേ? കാലിനൊക്കെ വേദനയുണ്ടല്ലേ? എത്ര ദിവസം കിടന്നായിരുന്നു ആശുപത്രിയിൽ? 17 ദിവസം അല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? രാധാമണി. ഈ അമ്മയുടെ മരുമോള്. അന്ന് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു. അമ്മ ബാത്റൂമിലേക്ക് കയറിയിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പട്ടിയുടെ കുര കേട്ടിട്ട് ഇവൻ വെറുതെ ഒന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് അമ്മ ആനയെ അടുത്തെത്തി. അമ്മ ഇറങ്ങലും ആന വന്ന് കൂട്ടിമുട്ടൽ ഒരുമിച്ചായിരുന്നു. അമ്മ പെട്ടെന്ന് അറിഞ്ഞില്ല, പുറകിൽ നിന്നായിരുന്നു. അമ്മ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആനയെ കണ്ടു. പിന്നെ അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് അമ്മ പറയുന്നത്. അമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അകത്തേക്ക് കയറി ഇറങ്ങുമ്പോഴാണ് സംഭവിച്ചത്. നേരം വെളുത്തതിന് ശേഷം 6:45 7 മണി 6:45 ആ സമയത്ത്.
എന്നിട്ട് എത്ര ദിവസം ആശുപത്രി കിടന്നു? 17 ദിവസം 17 ദിവസം കിടന്നല്ലേ? എവിടെയായിരുന്നു? നിംസിൽ. എന്നിട്ട് എന്തായിരുന്നു ഓപ്പറേഷൻ? ഓപ്പറേഷൻ ഇവിടെ ലെൻസിന് പ്രശ്നമായിരുന്നു. ഇവിടെ തുളച്ച് പിന്നെ അതൊക്കെ വലിച്ചെടുത്ത് അവർ നീരും പഴുപ്പും അതൊക്കെ എങ്ങനെയായിരുന്നു. പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടൽ പോലെ വന്നു. അതുകൊണ്ടാണ് നമ്മൾ മിംസിലേക്ക് പോയത്. അവർ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകോ, അല്ല ഇവിടെയൊന്നും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി അതൊക്കെ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തു. കാലിന് കമ്പി ഇട്ടു. കാലിന് നല്ല പൊട്ടലാണ്. കാലിൻ്റെ താഴേക്ക് കുഴ ഇങ്ങനെ ആടിപ്പോയായിരുന്നു. അതങ്ങനെ ചെയ്ത് അങ്ങനെ അവിടെ ചെയ്യുന്ന 17 ദിവസം ചികിത്സ ചെയ്തു. അതിനുശേഷം വീട്ടിലിപ്പോൾ ഞാൻ അമ്മേനെ നോക്കിയിരിക്കലാണ്. ചേച്ചിക്കൊന്നും ഒന്നിനും പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ ഇവൻ ഒരാളുള്ളല്ലോ, ഞങ്ങൾ ഇത്ര 6 പേരുണ്ട് കഴിയണമെങ്കിൽ. ചികിത്സ അവരാ ഈ സഹായമായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ചികിത്സ അതിന്റെ ചെലവൊക്കെ ആശുപത്രിയിൽ അവർ കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ കയ്യിൽ നിന്ന് കൊടുത്തു പോയത്? ഇല്ല, കൊടുത്തിട്ടില്ല. അവർ കൊടുത്തോളാം 45 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ആക്കി. അതാരാ ഏറ്റേക്കുന്നത്? ഫോറസ്റ്റുകാർ. അത് ഫോറസ്റ്റുകാരാണ് ഏറ്റിരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു വീടില്ല. നമ്മുടെ വീട് അന്ന് വന്ന് കണ്ടില്ലായിരുന്നോ? ഒരു സൗകര്യമില്ല. എന്താ ബാത്റൂമാണ് പുറത്ത്. എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടാണ്. വീടില്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് താമസിക്കാനും പറ്റുന്നില്ല. അമ്മയാണെങ്കിലും ഒന്ന് എന്തെങ്കിലും അർജൻറ്റ് ആശുപത്രി പോകണമെങ്കിൽ ഒരു വഴി സൗകര്യവും ഇല്ല. വീടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീടൊക്കെ തരാമെന്നൊക്കെ എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു. നമുക്കൊന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെയാണ്, ബുദ്ധിമുട്ടിലാണ്. എന്താണേലും ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 10-15 ദിവസമായി അങ്ങനെ കഴിയുന്നു. ഇപ്പം ആശുപത്രി വന്നിട്ട് 15 ദിവസമായി അല്ലേ? 17 ദിവസമായി വന്നിട്ട്. നടന്നിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസം 4 ദിവസമായി. ഇനിയിപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ ഇനിയും പോകണം കോഴിക്കോട് പോകണം. അവരെന്തായാലും ചെല്ലണം എന്നാണ് പറയുന്നത്. നമുക്ക് പറ്റില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കാണിക്കാൻ വയനാട്ടിൽ കാണിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോകണം. എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് അവർ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ആശുപത്രി കൊടുത്തതല്ലാതെ വേറെ ഒരു സഹായം ഒന്നും കിട്ടിയിട്ടുമില്ല. വീട് കഴിയാനും എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ്. അവരാരും ഇങ്ങോട്ട് പിന്നെ വന്നിട്ടുമില്ല. ഒരാളുടെ വരുമാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അമ്മേനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയും കാര്യം നല്ലതായിരുന്നു. അവരാരെങ്കിലും വന്നിട്ട് പോലും ഇല്ല ഇങ്ങോട്ട്. ആശുപത്രിയിലൊക്കെ ഒത്തിരി ചിലവ് വന്നായിരുന്നോ? ആശുപത്രി നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താണ് എല്ലാ ചിലവും ചെയ്തത്. ബില്ല് മാത്രം അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസൻ്റെ മെഡിസിൻ്റെ ബില്ല് മാത്രം. ബാക്കി നമ്മൾ പുറത്ത് 2-3 പേര് അവിടെ നിന്നാണ് അതിൻ്റെ ചിലവ് ഫുള്ളും നമ്മുടെ കയ്യിൽ നിന്നാണ് എടുത്ത്. ബാക്കി ഒത്തിരി ചിലവ് അല്ലാണ്ട് പുറമേയുള്ള ചിലവുകളൊക്കെ താമസമൊക്കെ ഭക്ഷണം അതും ഇതും കാര്യങ്ങളും എല്ലാത്തിനും നിൽക്കുമ്പോൾ 2-3 പേരുണ്ടായിരുന്നു അവിടെ അമ്മേനെ നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെയ്തത്. പൈസ ഇല്ല, എന്നാലും തിരിച്ചും മറിച്ചൊക്കെ ചെയ്തത്. ആനശല്യം കൂടുതലായി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറിയല്ലേ? ആനശല്യം അങ്ങനെ. പിന്നെ അമ്മയ്ക്ക് പോകാനും ബുദ്ധിമുട്ടാണല്ലോ, അവിടെ ഇരിക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത്. ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ട് അമ്മയ്ക്ക്? ഇല്ല, ഉണ്ടായിരുന്നു. ICUയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട്. പിന്നെ അത് ICUയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാറി. വേറെ കുഴപ്പമില്ല. പക്ഷേ അമ്മയ്ക്ക് വയ്യ, എപ്പോഴും ഇരിപ്പ് മാത്രമല്ലേ ഉള്ളൂ. ബാത്റൂമിൽ പോകണമെങ്കിൽ കസാര അവിടെ വെച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഈ വീട്ടിലാണ് ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെയും ആന വരുന്നുണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഇവിടെ വന്നായിരുന്നല്ലേ? ഓഹോ, ഇവിടെയൊക്കെ ആന വന്നായിരുന്നു കേട്ടോ. അവിടെയൊക്കെ വന്നായിരുന്നല്ലേ? ഇത് ശരിക്കും മൂടക്കൊല്ലിയല്ലേ? കൂടല്ലൂർ. കൂടല്ലൂരാണ് കേട്ടോ ഈ സ്ഥലം. അതായത് നമ്മുടെ പ്രജീഷിന് കടുവ പിടിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇതാ ആ കാണുന്ന പ്രദേശത്താട്ടോ. ഇവിടെ ആയിട്ടാണ്, അതിന് തൊട്ടടുത്തുള്ള പ്രദേശമാണിത്. ഇവിടെയൊക്കെ വന്നായിരുന്നല്ലേ? നേരെ ഇതൊക്കെ ആന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ചെയ്ത കേട്ടോ. എവിടെയാ? ഇങ്ങോട്ടല്ലേ? എല്ലാ വർഷം വരുന്നല്ലേ? എല്ലാ വർഷം വന്ന് ഈ പ്ലാവെ കുത്തി അകത്തേൽ ഒരു പാട് വീണേക്കുന്ന രംഗമായിട്ടായി കാണുന്നത്. ആന കുറച്ചല്ലേ ഈ ചക്കയൊക്കെ? പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അനൂപ്. എന്താണ് ഇവിടുത്തെ ആനയുടെ പ്രശ്നമൊക്കെ?
ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ആന നിരന്തരമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ളൊരു മാറ്റമില്ല. ഇവിടെ 2800 മതിൽ കെട്ടി അടയ്ക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം മതിലൊരു 2800 കിലോമീറ്ററോ? ഇനി 2800 കൂടെ അടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ചേനക്കൊല്ലി തൊട്ടിട്ട് സുൽത്താൻ ബത്തേരി വരെ ഗ്യാരേജിൻ്റെ അവിടം വരെ പൂർണ്ണമായിട്ട് അടയും. ഇതിൻ്റെ ഇടയ്ക്ക് കൂടല്ലൂർ ഈ കുറച്ച് ഒരു ചെറിയൊരു ക്യാപ്പ് 2800 കറക്റ്റ് 2800 ഇവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് മതിൽ കെട്ടി അടക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഏറെ നാളത്തെ ആവശ്യങ്ങളാണ്. ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. അത് പിന്നെ പണത് അത് ഞങ്ങൾ വേണ്ടാന്ന് ഇവിടുന്ന് മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരും കൂടെ പറഞ്ഞാണ് വേണ്ടാന്നുള്ള തീരുമാനമായതാണ്. തീരുമാനമായി പോയതിന് ശേഷം വീണ്ടും ഇവരുടെ നിർബന്ധ ബുദ്ധിയാൽ കൊണ്ടുവന്ന് ഫിറ്റാക്കിയിരിക്കുന്നതാണ് ഹാൻഡ് ഫെൻസിങ്. ഹാൻഡ് ഫെൻസിങ് വെച്ച് ഒരു മാസം പോലും കഴിഞ്ഞില്ല. അതിനിപ്പുറം എല്ലാം ചവിട്ടിപ്പൊളിച്ച് വെള്ളയിൽ എറിഞ്ഞു പോകാൻ. ആന ഇപ്പം നിരന്തരമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ശല്യമായിട്ടുള്ളത് ഒരു 1.5 കൊമ്പൻ ആന. അതിനെ കൊണ്ട് യാതൊരുവിധ രക്ഷയില്ല. ഈ പരിസരത്തോടെയൊക്കെ വരുന്നുണ്ടല്ലേ? ഇതിലെല്ലാം വരുന്നുണ്ട്. ഇതിലൊക്കെ വന്ന് ചക്കവറിക്കും. നമുക്കിപ്പോൾ 8 മണിയാകുന്നതിന് മുന്നേ വീട്ടിൽ കയറണം എന്നുള്ള സ്ഥിതിയിലാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ഇവിടെ ഈ വല്യമ്മേനെ തന്നെ കണ്ടില്ലേ, ബാത്റൂമിൽ പോയ സമയത്താണ് പിന്നെ എടുത്തെറിഞ്ഞ് ഇവരെല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട് കിട്ടി. അപ്പോൾ ഇവിടെ താമസിക്കുക എന്നുള്ളത് വലിയ ദുരന്തം പിടിച്ചൊരു ഇതാണ്. ഈ 2800 മതിൽ കെട്ടി അടയ്ക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ? ഞങ്ങളിപ്പോൾ ഇവിടെ 10, 60, 40 വർഷങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് സുഹൃത്തായിരുന്നു പ്രജീഷ്. പ്രജീഷിനെ ആണ് ഇവിടെ കടുവ പിടിച്ച് അതിന് ഒരു കുറേ കൊല്ലം മുന്നേ ആണ് രജീഷ് എന്ന് പറയുന്ന ആളെ പാലളക്കാൻ വന്നപ്പോഴാണ് പിന്നെ ആന കുത്തിക്കൊന്നത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ മതിൽ ഇവിടെ ഇത്രയും കിലോമീറ്റർ ഈ മതിൽ കെട്ടിയതിന് ശേഷം ഇതുവരെ ഈ മതിലിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനി കെട്ടാൻ പോകുന്ന മതിൽ ഒരു 1/2 മീറ്ററും കൂടെ കൂടുതൽ പൊക്കി കെട്ടിയാൽ അത്രയും നല്ല ഗുണമായിരിക്കും. കാരണം ആന കവച്ച് ചാടി വരാതിരിക്കും. അല്ലാണ്ട് എവിടെ പൊളിക്കുകയോ ഇന്ന് വരെ പൊളിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. വർഷമായി 10 വർഷത്തിന് മേളിലായി ഇതുവരെ ഒരു കുഴപ്പമില്ല മതില്. ഈ കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടല്ലോ, അപ്പോൾ അതെന്താ സ്ഥിതി? അതിൻ്റെ കുങ്കിയാനനെ കൊണ്ടുവന്ന് ഇന്നലെ കാട്ടിലൂടെ പിന്നെ മറ്റേ ആന തുരത്താനായിട്ട് പോയപ്പോഴേക്കും കടുവ മുന്നിൽ ചാടി. കടുവ മുന്നിൽ ചാടി ആന ഇവരെല്ലാവരും ഒരു വിധത്തിൽ എല്ലാവരും കൂടെ ഓടി രക്ഷപ്പെട്ടു. കുങ്കിയാന ഓടി. കുങ്കിയാനനെ കൊണ്ട് പോയി എന്നാണ് പറയുന്നത് കേട്ട്. കുങ്കിയാന ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. കുങ്കിയാന പേടിച്ചിട്ട് വരണ്ട് കുങ്കിയാനനെ രാത്രി 7 മണി പകല് ഒരു 12 മണിയായപ്പോൾ തൊട്ടങ്ങോട്ട് പോയിട്ട് രാത്രി 7 മണിക്ക് ഒരാനനെ പിന്നെ കണ്ടു കിട്ടുന്നത്. കുങ്കിയാന വരണ്ട ഓടിപ്പോയി. അത്രയും വലിയ കടുവയായിരുന്നു. കടുവേൻ്റെ മുന്നിൽ പോയി പെട്ടുപോയി. അങ്ങനെയാണ് അറിവിട്ട്. ഇപ്പം കുങ്കിയാനയൊന്നും ഇവിടെ ഇല്ല. ഇന്നലെ കൊണ്ടുവന്നു. അത് അങ്ങനെ അതിലേ കയറി ചെതലയത്തേക്ക് പോയി എന്നാണ് അറിയുന്നത്. ഇവിടുന്ന് പ്രജീഷിനെ പിടിച്ച സ്ഥലം ഇവിടുന്ന് കുറച്ച് മാറിയിട്ടല്ലേ? തൊട്ട് താഴെയല്ലേ? അപ്പം ഇനിയും കടുവ ഇഷ്ടംപോലെ ഉണ്ടല്ലേ? കടുവ നിറച്ചുണ്ട്. ഇപ്പോൾ അവിടെ ഈ എസ്റ്റേറ്റിലൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിലും കടുവ പ്രജീഷിനെ പിടിച്ച് അവിടെയൊക്കെ തന്നെ വീണ്ടും എത്രയോ വട്ടം വീണ്ടും കടുവേനെ കാണുന്നുണ്ട്. കടുവേൻ്റെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. യാതൊരു വിധ നടപടികളിൽ ജനങ്ങളിങ്ങനെ ഒച്ചയെടുക്കുന്നവൻ്റെ വായ മൂടി കിട്ടുക എന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. നമുക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാശ്വതമായ പരിഹാരമാണ്. ഇപ്പോൾ ഇതേപോലെ മതിലൊക്കെ വന്ന് അതിൻ്റെ മേളിൽ ഒരു നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി കടുവയൊന്നും ഇറങ്ങാണ്ട് ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും. പിന്നെ ഇവിടെ ഈ ഒത്തിരി തോട്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്ന തോട്ടങ്ങൾ ഇപ്പം ഒക്കെ എല്ലാവരും ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഇപ്പോൾ ഒക്കെ കുറേ വെട്ടി തെളിച്ചും ക്ലിയറാക്കി ഇടുന്നുണ്ട്. വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. പഴയ പോലെ ഒന്നും ഇപ്പോൾ അങ്ങനെ ആരും ഇടാൻ ശ്രമിക്കുന്നില്ല. ഇപ്പം ഈ ശല്യം എന്ന് പറയുന്നത് നമുക്ക് ഈ 2800 അടഞ്ഞു കിട്ടിയാൽ ശാശ്വതമാവും. ഈ ഒരു പ്രദേശമാണ് കൂടല്ലൂർ എന്ന് പറയുന്ന പ്രദേശം. നമ്മൾ ഇതിനു മുന്നേ ഈ പ്രദേശത്ത് വന്നത് പ്രജീഷിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ സമയത്തും പിന്നെ അതിനുശേഷം കുംക്യാനകൾ വന്ന ആ ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചൊരു അങ്ങാടിയാണിത്. കൂടല്ലൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് തൊട്ട് താഴെയായിട്ടുള്ള പ്രദേശത്ത് അങ്ങ് ആ കാണുന്ന വയലിൽ ഇവിടെ ഒരു വയൽ കാണാം. ആ പ്രദേശത്തായിട്ടാണ് പ്രജീഷിനെ കടുവ പിടിച്ച് കൊന്നത് കേട്ടോ, കൊന്ന് ഭക്ഷിച്ചത്. അപ്പം അന്ന് നമ്മൾ ഈ ഒരു പ്രദേശമൊക്കെ അന്ന് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. അന്ന് നമ്മൾ കണ്ടിരുന്ന പ്രജീഷ് എന്ന് പറയുന്നത് ഒരു ക്ഷീര കർഷകനായിരുന്നു. പ്രജീഷ് അന്ന് പശുവിന് പുല്ല് ചെത്താനായിട്ട് ആ വയലിൽ പോയപ്പോഴാണ് ആ ഒരു കടുവ ആക്രമണം ഉണ്ടായതുമല്ല. ഇവിടെയെല്ലാം കൂടുതൽ ക്ഷീരമേഖലയാണ്. ഈ മുടക്കൊല്ലി, വാകേരി, കൂടല്ലൂർ എന്നൊക്കെ പറയുന്നത് ക്ഷീരമേഖലയാണ്. ഈ ഒരു കടയും ഒക്കെ നമ്മൾ അന്നത്തെ കാഴ്ച ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ ആളുകൾ
ക്ഷീരമേഖല ആയതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ പാലുമായിട്ടൊക്കെ ആളുകൾ ഇതിലേക്ക് നടന്നു പോകേണ്ട ആവശ്യമൊക്കെ വരും. പക്ഷേ അവരൊക്കെ വലിയ പ്രയാസത്തിൽ തന്നെയാണ്. ഇപ്പം ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനിൽ. ഈ കടയിലെ ആളല്ലേ? ആ, കടയിലാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ നടക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? ആ, അതെ അതെ, സ്ഥിരമായിട്ട്. ഇപ്പം എന്താ ഇവിടുത്തെ ഒരു ശല്യം, കടുവ ശല്യം എല്ലാം ഉണ്ടല്ലോ. എല്ലാ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. കടുവ, കരടി, മാന്. ഇവിടെ ഒരു ഒറ്റ കടയിലേ ഉള്ളൂ? ആ, ഇപ്പം നിലവിലൊരു കടയുള്ളൂ. അതല്ലേ? അപ്പോൾ ഈ ക്ഷീരമേഖല ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ ക്ഷീരമേഖല. ആനയുടെ മുമ്പിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആനയുടെ മുമ്പിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാലും രാവിലെ കടയിലേക്ക് വരുന്നതിന് മുന്നേ ആന കടന്നുപോയി കഴിഞ്ഞിട്ടൊക്കെ വരവ്. ഓ, അങ്ങനെ അല്ലേ? ആ, ശ്രദ്ധിച്ചിട്ട്. ഇത് എല്ലാ ദിവസവും പറഞ്ഞാൽ വരുന്നുണ്ടല്ലേ? ആ, മിക്ക ദിവസങ്ങളിലും വരുന്നുണ്ട്. ഈ കടുവയൊക്കെ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഈ പ്രദേശത്ത് കണ്ടതായിട്ടോ അങ്ങനെയല്ല? ഈ അടുത്ത പ്രദേശത്തൂടെയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ? പലരും കാൽപ്പാടുകളൊക്കെ കാണാം. കാൽപ്പാടുകളൊക്കെ കണ്ടങ്ങനെ പറയുന്നേക്കാം. അതായത് ഇപ്പോൾ ഈ ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന വലിയൊരു പ്രയാസം തന്നെയല്ലേ? ആന ശല്യം ഒരു പ്രയാസം തന്നെയാണ്. ഈ കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ ഇതിനെ തുരത്തുനിന്നോ? അങ്ങനെയല്ലോ തുരത്തുമെന്ന് പറയുന്നു. ഇതിനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ മതിൽ വന്ന ഒരു രീതിയിലുള്ള മതിൽ വന്നാൽ ഒരു ശാശ്വത പരിഹാരം തന്നെയാണ്. മതിലാണ് ഒരു ശാശ്വത പരിഹാരം ആണല്ലേ? രാത്രി ഇതിൽ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആ, അവർ വിളിച്ചാലൊക്കെ വരുന്നുണ്ട്. കുറച്ചൊരു അറിയിക്കാൻ ഗ്രൂപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അറിയിച്ചാൽ അവർ വന്ന് ഓടിക്കാൻ മിക്കവാറും ദിവസം തന്നെ ആന വരുന്നുണ്ടല്ലേ? ആ, മിക്ക ദിവസങ്ങളിലും വരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബാലൻ, KP കാട്ടിക്കൊല്ലി. പാൽ കൊണ്ട് വന്നാണോ? പാൽ കൊണ്ടൊന്നല്ല, ഇവിടെ പണിക്കെന്താണ് കോഴി ഫാമിന് പണിയുണ്ട്. അതിനോട്ടാണ് എല്ലാവരും കൂടുതലും ക്ഷീരമേഖലയല്ലേ? ക്ഷീരമേഖലയും കൃഷിയൊക്കെ തന്നെയാണ്. കൃഷിയൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഡെയിലി ആന ഇറങ്ങുക, ആന ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ്. ദിവസവും പറമ്പിൽ ഒരു ദിവസം പോലും ആന ശല്യം ഇല്ലാത്തതല്ല. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നലെ ഇവിടെ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ് കടുവ കണ്ടിട്ട് ആന കുറച്ച് 2 കുങ്കിയാനെ കൊണ്ടെത്തിയിരുന്നു. അതൊക്കെ കൂടി കുപ്പാടി എത്തിന്നൊക്കെ പറഞ്ഞു കേട്ടു. കുങ്കിയാനകളെ ഓടിയുന്നല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കൃഷിയായിട്ട് യാതൊരു രക്ഷയില്ല. പിന്നെ മതിൽ വന്നതിലും തൂക്ക് ഫെൻസ് വന്നിട്ട് അതും രക്ഷയില്ല. മിക്ക ദിവസങ്ങളും ഇറങ്ങുന്നുണ്ടല്ലേ? ഡെയിലി തന്നെ ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസം പോലും ഇറങ്ങാത്ത ദിവസമല്ല. ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന 1.5 കൊമ്പൻ. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആളുകളുടെ നേരെയും തിരിയുന്നുണ്ടല്ലേ? ആളുകളുടെ നേരം തിരിയുന്നുണ്ട്. പിന്നെ നമ്മുടെ വയലിലൊക്കെ ഇപ്പോൾ കുറച്ച് കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചവിട്ടി പൂത്തി എല്ലാം കളഞ്ഞു. 2-3 മാവുണ്ടായിരുന്നു, അത് കുറുക്കി പ്ലാവിലെ ചക്ക ചാടി ഫുള്ള് പറമ്പിലൊക്കെ എല്ലാം നാശം വയ്യത് ഡെയിലി. ഇതിൽ ഈ വഴി ഇത് ഇങ്ങനെ നേരെ ഇവിടം വരെ ഉള്ളൂ. ഇത്രേ ഉള്ളൂ അല്ലേ? ആ, മതിൽ അവിടെ നിന്ന് അങ്ങോട്ട് മതിലുണ്ട്. ഈ ഭാഗത്ത് എത്ര വീട്ടുകാരുണ്ട് ഇവിടെയൊക്കെ? വീട്ടുകാർ കണ്ടമാനമുണ്ട് ഉണ്ടല്ലേ? ഇവിടുന്ന് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയ അങ്ങ് ഈ ഭാഗം കണ്ടമാനം ആദിവാസി മേഖലയുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ ഭാഗം ഇവിടുന്ന് ഇവിടം പോലെ പിന്നെ വാഗേരി അങ്ങ് വരെ ഫുള്ള് ജനവാസ മേഖലയാണ്. ഈ മതിലിൻ്റെ പണി തീർന്നാൽ തന്നെ കുറേ സമാധാനം. മതിലിൻ്റെ പണി ഇവിടം വരെ മതിലുണ്ട്. ഇപ്പം അത് ഒരു 1.80 ഉള്ളൂ. അത് ഒരു 2 മീറ്റർ 2.5 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആന കയറില്ല. മതിൽ ചാടിയത് ആന ചാടി വരികയാണ്. എന്തെങ്കിലും ആനയുടെ മുമ്പിൽ പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ആനയുടെ കടുവയുടെ മുമ്പിലൊക്കെ ഇഷ്ടംപോലെ പെട്ടിട്ടുണ്ട്. കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കടുവനൊക്കെ നമ്മുടെ കാൽച്ചോട്ടിൽ നിന്ന് പട്ടീനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അതെ, കാൽച്ചോട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന എത്ര ഭാഗത്തുനിന്ന് മേത്തേക്ക് ചാടിയത് പട്ടീനെ മുഖത്തേക്ക് പട്ടീനെ കൊണ്ടുപോയി. കൊണ്ടില്ല, അവിടെ കടിച്ചു കൊന്നു. ഓ, കാൽച്ചോട്ട് വെച്ച് കടിച്ചു വന്നിട്ടുണ്ട്. സാഹസിക ജീവിതം അല്ലേ സംഭവം. ഈ കാണുന്നതാണ് കൂടല്ലൂർ എന്ന് പറയുന്ന ആ ഒരു അങ്ങാടി. നമ്മുടെ പ്രജീഷിനെ കൊലപ്പെടുത്തി ആ ഒരു പ്രദേശത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ആ കാണുന്ന അവിടെ നിന്നാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാലും ഏകദേശം ആ ഒരു സ്ഥലമൊക്കെ കാണാം കേട്ടോ. ഞാൻ ഈ ഒരു പ്രദേശം കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ആനയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ആന സ്ഥിരമായിട്ട് വരുന്നൊരു പ്രദേശമാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതാ ഈ പറമ്പിൽ ഇനി കളയാനായിട്ട് കവുങ്ങും കാര്യങ്ങളൊന്നും ബാക്കിയില്ല. ആ കാണുന്ന വീടും ഈ കാണുന്ന തെങ്ങൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ നടുക്കായിട്ടൊരു വയലുണ്ട്. അവിടെയായിട്ടാണ് ആ ഒരു കടുവ പ്രജീഷിനെ കൊലപ്പെടുത്തിയിട്ട് ഇതിലൊക്കെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നിരവധി കാൽപ്പാടുകൾ നമുക്ക് കാണാം. ഇതാ ഈ കാണുന്ന ഒരു വയൽ ഇതാണ്ടോ, അവിടെ ഒരു ചെറിയ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു.
അവിടെയാണ് പ്രജീഷിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിച്ചത് കേട്ടോ. കൊന്ന് ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അന്നത്തെ ആ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അതിനുശേഷം ആ കടുവ ഈ ഒരു കോഴി ഫാമിലൊക്കെ വന്ന് ആ കോഴി ഫാമൊക്കെ പൊളിച്ചകത്ത് കയറാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമൊക്കെയാണ് കുറച്ചപ്പുറത്തുള്ള തോട്ടത്തിൽ വെച്ച് കടുവ കൂട്ടിക്കയറിയത് കേട്ടോ. ഈ പറമ്പിലും നിരന്തരം കാട്ടാനയുടെ ശല്യം ഉണ്ടെന്നുള്ളത് നമുക്കിവിടുന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഫോറസ്റ്റും ഉണ്ട്. ഏതായാലും അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ ആ വീട്ടിൽ പോയി ആ ഒരു അമ്മയെ നമ്മൾ കണ്ടു കേട്ടോ. ആനയുടെ ആക്രമണത്തിൽ നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റി തന്നെയാണ് ഇപ്പോഴും വീട്ടിൽ കിടക്കുന്നത്. 10-17 ദിവസം ആശുപത്രി കിടന്നു. ഇപ്പോൾ ഏകദേശം 1 മാസം 4 ദിവസം കഴിഞ്ഞു ഈ ഒരു സംഭവം നടന്നിട്ട്. നമ്മൾ ആ വീട്ടിൽ അന്ന് പോയിരുന്നു. ഇപ്പോൾ അവർ വാടകയ്ക്ക് ഇപ്പോൾ കൂടല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ കുടുംബം ഉള്ളത്. പ്രത്യേകിച്ച് അവരുടെ വരുമാനം, അവരെല്ലാവരും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ഒരു മനുഷ്യരായതുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട് തന്നെയുണ്ട്. അവരുടെ ചികിത്സാ ചെലവും കാര്യങ്ങളും ഒക്കെ ഫോറസ്റ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാളെപ്പോഴും ആ അമ്മയെ നോക്കാനായിട്ട് വീട്ടിൽ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സാമ്പത്തിക വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ധനസഹായം അവർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ വീട്ടുകാരും പറഞ്ഞത്. അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകളും പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ക്ഷീരമേഖല കൂടി ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നത്. രാവിലെയൊക്കെ പശുവിനെയും ഒക്കെ കറന്ന് പാലുമായിട്ട് വരുന്ന ആളുകളൊക്കെ പലപ്പോഴും ആനയുടെ മുമ്പിൽ ചെന്ന് പെടാറുണ്ട്. അതുപോലെ തന്നെ തോട്ടം മേഖലയിലൊക്കെ കാപ്പിയും മറ്റുമൊക്കെയുള്ള ആളുകൾ പലപ്പോഴും കടുവയെ കാണാറുണ്ട്, കടുവയുടെ കാൽപ്പാട് കാണാറുണ്ട് എന്നൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ആളുകളുള്ളത്. കുമിക്കാനകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താകും, കുമിക്കാനകളെ കൊണ്ടുവന്ന് അതിനെ തുരത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കൂടല്ലൂർ, മുടക്കൊല്ലി, വാകേരി പ്രദേശത്തുള്ള ആളുകളൊക്കെ പോകുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്